പ്രിയ ഭക്തരെ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എന്തു പറയും എന്നു കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങളെ, സന്തോഷങ്ങളെ വേണ്ടെന്ന് വയ്ക്കാതിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ മറ്റുള്ളവർ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അവർ എപ്പോഴും നിങ്ങളുടെ വീഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ വീഴ്ചകൾ പലരോടും പറഞ്ഞ് ആഘോഷമാക്കുന്ന അത്തരം ആളുകൾ എന്ത് വിചാരിക്കും എന്നു കരുതി ജീവിക്കുന്നവർ സ്വയം വിഡ്ഢികളാകുന്നു. ഭക്തർ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവർ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ അംഗീകരിച്ചു തരണമെന്നില്ല. അതിനാൽ നിങ്ങൾ സ്വയം ശക്തരായി മാറുക. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഒരു ഉദ്യമം പരാജയപ്പെട്ടാൽ വീണ്ടും തളരാതെ ആവേശത്തോടെ മറ്റൊന്നിലേക്ക് ചുവടുവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വിജയം. പ്രിയഭക്തർ, ഒരു കാര്യം അറിയുക, നിങ്ങളെ കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി മൗനത്തിലൂടെ നൽകുക. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക. എന്നാൽ അത് എല്ലാവരെയും അറിയിക്കണമെന്നില്ല. കാരണം എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടാകും. അതിനാൽ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക. നിങ്ങളുടെ ജീവിതയാത്രയിൽ, ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. ഓം നമഃ ശിവായ.